بسم الله الرحمن الرحيم. الحمد لله الذي جعل لنا الإسلام نورا وجعل لنا القرآن هدى ورحمة وجعل لنا في رسول الله صلى الله عليه وسلم أسوة حسنة وله الحمد في الأولى والآخرة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറ മറിയമിലെ 1 മുതൽ 58 വരെ ഉള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാ ഇന്ന് 59 മുതൽ 65 ആയത്ത് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ പാരായണത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. جنات عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأتيا. لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا. تلك الجنة التي نورث من عبادنا من كان تقيا. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا. رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. ഈ ആയത്തുകളുടെ അർത്ഥം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. فخلف എന്നാൽ പിന്നീട് സ്ഥാനത്ത് വന്നു, പിന്നീട് പിൻഗാമികളായിട്ടുണ്ടായി എന്നർത്ഥം. മിൻ ബഅദിഹിം അവർക്ക് ശേഷം, അതായത് നമ്മൾ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ അവർക്ക് ശേഷം പിന്നീട് സ്ഥാനത്ത് വന്നു ഖൽഫുൻ ഒരു പിൻഗാമികൾ, ഒരു തരം പിൻഗാമികൾ. ഒരു പിൻഗാമികൾ എന്ന് പറയില്ല, ഒരു തരം, എ ടൈപ്പ് ഓഫ് എന്ന് പറയും. പിൻഗാമികൾ എന്ത് ചെയ്തു? സ്ഥാനത്ത് വന്നു. അദാഉ സ്വലാത്ത, ഇനി അവരുടെ ക്വാളിറ്റികൾ ആണ് പറയുന്നത്. ക്വാളിറ്റികൾ എന്ന് പറയാൻ കഴിയില്ല, അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികളാണ് പറയുന്നത്. അദാഉ സ്വലാത്ത, അവരെന്ത് ചെയ്തു? നമസ്കാരത്തെ പാഴാക്കിക്കളഞ്ഞു. അദാ എന്ന് പറഞ്ഞാൽ പാഴാക്കിക്കളഞ്ഞു. അദാഉ അവരെന്ത് ചെയ്തു? പാഴാക്കിക്കളഞ്ഞു. അസ്വലാത്ത നമസ്കാരത്തെ. വത്തബഉ, ഇത്തബഅ എന്നാൽ അവർ എന്ത് ചെയ്തു? ഫോളോ ചെയ്തു എന്നതാണ്. വത്തബഉ എന്ന് പറഞ്ഞാൽ അവർ ഫോളോ ചെയ്യുകയും ചെയ്തു, പിൻപറ്റുകയും ചെയ്തു. എന്തിനെയാണ് പിൻപറ്റിയത്? അശ്ശഹവാത്ത്, ദേഹേച്ഛകളെ, സ്വന്തത്തിൻ്റെ ഇഷ്ടങ്ങൾ, തന്നിഷ്ടങ്ങളെ, സ്വേച്ഛകളെ, ദേഹേച്ഛകൾ എന്ത് ചെയ്തു? അവർ പിൻപറ്റുകയും ചെയ്തു. ഫസൗഫ ആകയാൽ, പുറകെ, വഴിയെ, യൽഖൗന ഗയ്യ, യൽഖൗന അവർ കണ്ടെത്തും, യൽഖൗന അവർ കണ്ടെത്തും, ഭാവിയിൽ കണ്ടെത്തും എന്നതാണ് പറയുന്നത്. ഗയ്യ ദുർമാർഗ ഫലം, ഈ ചെയ്തതിനൊക്കെ അനന്തരഫലം അവരെന്ത് ചെയ്യും? കണ്ടെത്തും എന്നതാണ് പറയുന്നത്. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന ശൈഅ. ഇങ്ങനെ ദുഷ്പ്രവൃത്തികൾ പറഞ്ഞ ശേഷം, അവരെന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ ശേഷം
ഇനിയും ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ, ഒരു ഹോപ്പ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ്. പലപ്പോഴും നമുക്ക് ഖുർആനിൽ ഈ രൂപത്തിലുള്ള പ്രസ്താവനകൾ കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾ, പാപങ്ങൾ ഒക്കെ എടുത്തു പറയുകയും അതിനുശേഷം എന്നാലും ഒന്ന് മടങ്ങി വരാനുള്ള സാധ്യത, അവസരം അള്ളാഹു ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാപമോചനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തൗബയുമായി ബന്ധപ്പെട്ടോ ആയത്തുകൾ അതിനുശേഷം വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹ. അപ്പം ആർക്കാണ് ഈ ഗയ്യ് അല്ലെങ്കിൽ ദുർമാർഗ ഫലം ഉണ്ടാവുക? ഈ പശ്ചാത്തപിക്കാത്ത ആളുകൾക്കാണ്. ഇല്ലാ മൻ താബ, ആരൊഴിച്ച്? പശ്ചാത്തപിച്ചവരൊഴികെ, വ ആമന, വിശ്വസിച്ചവരും, വ അമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. ഇപ്പോൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്തവരൊഴികെ, ഫ ഉലായിക, അക്കൂട്ടർക്ക്, അതായത് ഈ പശ്ചാത്തപിച്ച ആളുകൾക്ക്, സൽക്കർമ്മം പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകൾക്ക്, യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നു? പ്രവേശിക്കും. യദ്ഖുലൂന, അവർ പ്രവേശിക്കും, അൽ ജന്നത, സ്വർഗത്തിൽ, വലാ യുദ്ലമൂന ശൈഅ, അവരൊട്ടും എന്ത് ചെയ്യൂല? ആക്രമിക്കപ്പെടുകയില്ല, അവർക്കൊട്ടും അനീതി ഉണ്ടാവുകയില്ല എന്നതാണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ ഒത്തിരി പ്രവാചകന്മാരെ കുറിച്ച് പറയുകയുണ്ടായി. അവർക്ക് ശേഷം, ഈ നബിമാർക്കൊക്കെ ശേഷം പിൻതലമുറക്കാരായിട്ട് വന്നിട്ടുള്ള, പിൻഗാമികളായി വന്നിട്ടുള്ള അടുത്ത തലമുറകൾ, അവർ പിന്നെ ആ പ്രവാചകന്മാരാലൊക്കെ പ്രബോധനം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ ആ സത്യത്തിൻ്റെ മാർഗത്തെ അവരെന്ത് ചെയ്തു? വിസ്മരിച്ചു കളഞ്ഞു, അവരതിനെ തള്ളിക്കളഞ്ഞു എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ സ്വന്തം തന്നിഷ്ടങ്ങൾക്ക് പിറകെ ഓടുന്നവരായിട്ട് മാറി, സ്വന്തം ദേഹേച്ഛകളെ പൂജിക്കുന്ന ആളുകളായിട്ട് മാറി എന്നതാണ്. അപ്പം അതിൻ്റെ ദുരന്ത ഫലം അവരെന്തായാലും അനുഭവിക്കുമെന്നതാണ് ആയത്തുകളിൽ അള്ളാഹു പറയും. ഫസ്റ്റ് ആയത്തിൽ അള്ളാഹു പറയുന്നത്. രണ്ടാമതായിക്കൊണ്ട് പറയുന്നത്, മനുഷ്യൻ എത്ര തന്നെ പിഴച്ചു പോയാലും, എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും പടച്ചോനൊരവസരം തരുന്നുണ്ട്, തിരിച്ച് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അവസരം, ഒരു സുവർണ അവസരം. നമുക്കറിയാം റമദാൻ മാസം എന്ന് പറയുന്നത് ഷഹ്റു തൗബ, അല്ലേ? തൗബയുടെ, പശ്ചാത്താപത്തിൻ്റെ മാസമാണ്, പാപമോചനത്തിൻ്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ റമദാൻ നമ്മിലേക്ക് ഇത്തരത്തിലുള്ള വലിയ അവസരങ്ങളായിട്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ റമദാനിന് മുമ്പ് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, ഇതൊക്കെ പൊറുക്കാനുള്ളൊരവസരം അള്ളാഹു തരാണ്. അപ്പോൾ റമദാൻ അല്ലാത്ത സമയങ്ങളിലും ഈ പശ്ചാത്താപത്തിനുള്ള അവസരം നമുക്കുണ്ട്. അപ്പോൾ എത്രത്തോളം മനുഷ്യന് തെറ്റ് ചെയ്തിട്ടുണ്ടോ അതൊന്നും വിഷയമല്ല. നമ്മൾ പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ പശ്ചാത്തപിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ശരിയായ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം എന്നതാണ്. ആ ശരിയായ വിശ്വാസത്തിലൂടെ നമുക്ക് സൽപ്രവർത്തികൾ ചെയ്യാൻ കഴിയുകയും വേണം. ശരിയായ വിശ്വാസം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് എന്താണ്? സൽപ്രവർത്തികളാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹൻ. അപ്പോൾ എന്താണ്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തവരൊഴികെ എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? ശരിയായ വിശ്വാസം നമ്മിലുണ്ട് എന്നുണ്ടെങ്കിൽ, അതുവഴി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പശ്ചാത്താപം സ്വീകരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഒരാളോടും, പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരാളോടും അള്ളാഹു ഒട്ടും അനീതി കാണിക്കുകയില്ല എന്നും ഈ വചനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, അത്താഇബു മിനസ്സൻബി കമൻ ലാ ദൻബ ലഹു, അത്താഇബു മിനസ്സൻബി കമൻ ലാ ദൻബ ലഹു. അതായത് അത്താഇബ്, പശ്ചാത്തപിക്കുന്നവൻ, മിനസ്സൻബി, പാപങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ, പാപം ചെയ്തു കഴിഞ്ഞിട്ട് അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ, കമൻ, ആരെപ്പോലെയാണ് എന്നാണ് പറയുന്നത്? ലാ ദൻബ ലഹു, അവന് പാപം ചെയ്യാത്തവനെ പോലെയാണ്. അതായത് ഒരു പാപം ചെയ്യാത്തൊരു മനുഷ്യൻ്റെ അതുപോലെ തന്നെയാണ് പാപം ചെയ്തിട്ട് പിന്നീട് പശ്ചാത്തപിച്ച് മടങ്ങി പോകുന്ന ഒരാൾ. ഈ ഹദീസ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ആലോചിക്കും, നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ,
പല സമയങ്ങളിലും മനുഷ്യന്മാരാണ്, സ്വാഭാവികമാണ് അല്ലേ, പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കും. ഞാൻ എന്തൊരു മനുഷ്യനാണ്, ഞാൻ എന്തൊരു വൃത്തികെട്ട ആളാണ് എന്നൊക്കെ പല സമയത്തും നമ്മൾ മനസ്സിൽ തോന്നിപ്പോകാറുണ്ട്. എന്നാൽ പ്രവാചകൻ്റെ ഈ ഹദീസ് നോക്കൂ, എത്ര മനോഹരമാണ്. നമ്മൾ ആ തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ച് മടങ്ങാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നത് നമുക്ക് അതുവഴി നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ തിന്മകൾക്ക് പകരമായിക്കൊണ്ട് നന്മകൾ വെച്ച് തരുമെന്നതാണ്. ആ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മാത്രം പറയല്ല ചെയ്തത്, അതോടൊപ്പം തന്നെ നമുക്ക് ഈ തിന്മകൾക്ക് പകരമായിക്കൊണ്ട് നന്മകൾ വെച്ച് തരുമെന്ന് സൂറത്ത് ഫുർഖാനിൽ പറഞ്ഞിട്ടുണ്ട് 70-ാമത്തെ ആയത്തിൽ. എന്താ പറഞ്ഞത്? ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പകരമായിക്കൊണ്ട് അള്ളാഹു നന്മ വെച്ചു തരുമെന്നതാണ്. അപ്പം എന്തൊരു പ്രതീക്ഷയാണ് അള്ളാഹു അതിലൂടെ നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ തെറ്റ് ചെയ്തിട്ട് അതിൽ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്നും അപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പ്രതീക്ഷ കിട്ടി. പിന്നെ അള്ളാഹു പറയുന്നു നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് പകരമായിക്കൊണ്ട് നന്മകൾ വെച്ചു തരുമെന്ന് പറയുന്നു. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു അക്കാര്യം വിശദീകരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ശരിക്കും വലിയൊരു ആശ്വാസം പകരുന്നതാണ് ഈ രൂപത്തിലുള്ള വചനങ്ങൾ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്താണ് ലഭിക്കുന്നത് എന്നതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഈ ആയത്തിൽ പ്രവാചകന്മാർക്ക് ശേഷം വന്നിട്ടുള്ള തലമുറയിലെ ആളുകൾ ചെയ്തിട്ടുള്ള 2 തെറ്റുകൾ, അവർ ചെയ്യുന്ന 2 തെറ്റുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞു എന്നതും മറ്റൊന്ന് ദേഹേച്ഛകളെ പിൻപറ്റി എന്നതുമാണ്. നമസ്കാരത്തെ പാഴാക്കുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയും ഒരു അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ് എന്ന് പ്രവാചക വചനത്തിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക സ്വലാത്ത്. അതായത് ഒരാളുടെ വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയ്ക്കുള്ള വരമ്പ് നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമസ്കാരം പാഴാക്കി കളയുക എന്നുള്ളത് അത്രയേറെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമസ്കാരം നമ്മൾ ഒഴിവാക്കിയോ, വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പുറത്തായി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള ശരിയായ നമസ്കാരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമസ്കാരം പാഴാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവിശ്വാസിയായി തീർന്നു എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച്, ദേഹേച്ഛകൾക്കനുസരിച്ചാണ്, ഷഹവാത്തുകൾ പിൻപറ്റിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, എല്ലാവരും അതിനനുസരിച്ച് അതിനെ ഫോളോ ചെയ്തിങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം ഈ ലോകത്ത് നിലനിൽക്കില്ല. പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് പല അനന്തര ഫലങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പം ആ കൃത്യമായിക്കൊണ്ട് അതിനെ നമ്മൾ പിൻപറ്റുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതല്ലാതെ നമ്മളുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് അതിൻ്റെ പിന്നാലെ പോകരുത് എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 2 തെറ്റുകൾ, നമസ്കാരം പാഴാക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെ പിൻപറ്റുക, ഈ 2 ദുഷ്പ്രവർത്തികളും നമ്മിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റുകയും വേണം. അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകില്ല എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. അടുത്ത ആയത്തിൽ ഈ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അവരൊട്ടും ആക്രമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള സ്വർഗമാണ് എന്നാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. 61-ാമത്തെ ആയത്ത് നോക്കൂ. ജന്നാത്തി അദ്നിനില്ലത്തി വഅദ റഹ്മാനു ഇബാദഹു ബിൽ ഗൈബ് ഇന്നഹു കാന വഅദുഹു മഅതിയ. ജന്നാത്തി അദ്നിൻ, അതായത് സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങൾ. എത്ര മനോഹരമാണല്ലേ. ജന്നാത്തു അദ്നിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങൾ. കുറച്ചു കാലം സ്വർഗത്തിൽ ജീവിക്കുക, പിന്നൊരു തിരിച്ചുപോക്ക്, അങ്ങനെയല്ല. സ്ഥിരമായിക്കൊണ്ട് നമ്മെ സ്വർഗത്തിൽ എന്ത് ചെയ്യും,
പ്രവേശിപ്പിക്കും എന്നതാണ്. ഒരു കാലത്തും നമ്മൾ പുറത്തു വരേണ്ടതില്ല. അവിടുത്തെ സുഖാനുഭവങ്ങൾ എല്ലാ കാലവും നമുക്ക് അനുഭവിച്ചു കൊണ്ടേയിരിക്കാം. ഈ ഭൂമിയിലുണ്ടല്ലോ, നമ്മളുടെ ദേഹേച്ഛകൾക്ക് പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ആ രസത്തിന് പിന്നാലെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ, ദുനിയാവിൻ്റെ അലങ്കാരങ്ങളിലേക്ക് നമ്മളിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അത് ശാശ്വതമല്ല, അത് അവസാനിക്കും, നശ്വരമാണ് ഈ ലോകം എന്ന് പറയുന്നത്. എന്നാൽ സ്വർഗം എന്നത് ശാശ്വതമാണ്. ജന്നാത്തി അദ്നിനില്ലതി വഅദ റഹ്മാനു ഇബാദഹു ബിൽ ഗൈബ്. എന്താ പറയുന്നത്? അല്ലതി, യാതൊരു വിധമുള്ള, വഅദ റഹ്മാനു, പരമകാരുണ്യകൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഇബാദഹു, തൻ്റെ അടിമക്ക്, തൻ്റെ അടിയാന്മാർക്ക്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ, ഇബാദ് എന്നാൽ അതിൻ്റെ ബഹുവചനമാണ്. അടിയാന്മാരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ്? ബിൽ ഗൈബ്, അദൃശ്യമായ, കാണപ്പെടാത്ത നിലയിൽ. ഇന്നഹു, തീർച്ചയായും അവൻ, വഅദുഹു കാന വഅദുഹു, അവൻ്റെ വാഗ്ദാനം ആകുന്നു, മഅ്തിയ, നൽകപ്പെടുന്നത്, കൊടുക്കപ്പെടുന്നതാകുന്നു. മഅ്തിയ എന്ന് പറഞ്ഞാൽ നൽകപ്പെടുന്നത് അല്ലെങ്കിൽ കൊടുക്കപ്പെടുന്നതാകുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ആയത്തിൽ നോക്കൂ, 62-ാമത്തെ ആയത്തിൽ, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഇല്ലാ സലാമ വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ. ലാ യസ്മഊന ഫീഹാ, അവിടെ കേൾക്കുകയില്ല. ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹാ, അവിടെ, അതിൽ, ലഗ്വൻ, ഒരു നിരർത്ഥവും അനാവശ്യവും ഒരു അസഭ്യവും അവരവിടെ കേൾക്കുകയില്ല. ഇല്ല സലാമ, സമാധാനമല്ലാതെ, സലാമല്ലാതെ, ശാന്തിയല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാൻ പറ്റില്ല. അപ്പം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പല കഫേകളിലുമൊക്കെ നമ്മൾ ആംബിയൻസ് തേടി പോവാറുണ്ട്. അതായത് ഒന്ന് പീസ്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ആരുടെയും കുത്തുവാക്കുകളോ പരിഹാസങ്ങളോ അസഭ്യങ്ങളോ ഒന്നുമില്ല, അതൊന്ന് പീസായിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലം അന്വേഷിച്ച് നമ്മൾ പലപ്പോഴും പോവാറുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നു സ്വർഗത്തിൽ അങ്ങനെയാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഇല്ലാ സലാമ, അവിടെ സലാമല്ലാതെ, സമാധാനമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കൂല എന്നാണ് പറയുന്നത്. വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ. അതുമാത്രമല്ല കേട്ടോ, വലഹും, അവർക്ക് അവിടെ ഉണ്ട്, എന്താ ഉള്ളത്? റിസ്ഖുഹും, അവരുടെ ഉപജീവനം, അവർക്ക് അവിടെ ആഹാരമുണ്ടായിരിക്കും, ഉപജീവനമുണ്ടായിരിക്കും. ഫിഹ, അതിൽ, ബുക്റതൻ വഅശിയ. ബുക്റത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ, വഅശിയ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. എന്നിട്ട് പറയുന്നു, തിൽക്കൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിന മൻ കാന തഖിയ. തിൽക്ക, അത്, അൽ ജന്നത്തു, സ്വർഗമാകുന്നു, അല്ലത്തി, യാതൊരു, നൂരിസു, നാം അവകാശപ്പെടുത്തി കൊടുക്കും, മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽ നിന്നും, മൻകാന, ആയിട്ടുള്ളവന്, തഖിയ, ഭയഭക്തൻ, സൂക്ഷ്മതയുള്ളവൻ. അപ്പോൾ തഖിയായിട്ടുള്ള മനുഷ്യന്, ഭയഭക്തിയും സൂക്ഷ്മതയുമുള്ള മനുഷ്യനാണ് ഇത് അവകാശപ്പെടുത്തി കൊടുക്കുക, ഈ സ്വർഗം കിട്ടുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത്. തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളോട് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസത്തിലൂടെ ആ തഖ്വ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ നമ്മൾ തഖിയായിട്ട് മാറുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ സ്വർഗം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം, അടിയാന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം നമ്മൾ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊന്നും അറിയില്ല. ചില കാര്യങ്ങൾ അള്ളാഹു ഖുർആനിൽ വിശദീകരിച്ച് തന്നിരിക്കുന്നു എന്നതല്ല, അതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ എന്തായിരിക്കും അത്, ആ ലോകം എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. എന്നാലും അദൃശ്യമായ നിലക്ക് നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, സ്വർഗത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, എന്നിട്ടും നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അദൃശ്യമായിട്ട് വിശ്വസിക്കുകയും ആ സിദ്ധി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുകയും ചെയ്യാണ്, അല്ലേ? പരിശ്രമിക്കുകയും ചെയ്യാണ്. അപ്പോൾ അദൃശ്യമാണല്ലോ, ഇത് കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളതിനെ അവഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സമ്പൂർണമായിട്ടുള്ള സ്വർഗമാണ് അള്ളാഹു നമുക്ക് അവകാശപ്പെടുത്തി തരുന്നത് എന്നതാണ്. അവിടെ ഒരിക്കലും അനാവശ്യങ്ങളോ അസഭ്യങ്ങളോ ആയിട്ടുള്ള ഒരു ശബ്ദവും ഉണ്ടാവില്ല. നല്ല സമാധാനമായിരിക്കും ഉണ്ടാവുക. മലക്കുകളിൽ നിന്നും പിന്നെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഉണ്ടാവുന്ന സലാം മാത്രമായിരിക്കും അവിടെ നമ്മളെ വെൽക്കം ചെയ്യാനുണ്ടായിരിക്കുക എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇഹലോകത്തും പരലോകത്തുമെല്ലാം തന്നെ മനുഷ്യനെ ഏറ്റവും
ആനന്ദകരമായിട്ടുള്ളത്, ഏറ്റവും ആഹ്ലാദപൂർണമായിട്ടുള്ളത് സമാധാനം ലഭിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിംസ് തമ്മിൽ കാണുന്ന സമയത്തും നമസ്കാരത്തിലുമൊക്കെ സലാം പറയുന്നതിൻ്റെ വിവിധ രൂപങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഓടി നടക്കാറുള്ളത്. അപ്പോൾ അവിടെ എന്തുണ്ട്? പരിപൂർണമായിട്ടുള്ള സലാമുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണപാനീയങ്ങൾ ഏത് സമയത്തും ബുക്രത്ത് വാശിയ എന്ന് പറഞ്ഞാൽ നിരന്തരം, അല്ലേ, രാവിലെയും വൈകുന്നേരം എല്ലാ സമയത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നും പറയുന്നുണ്ട്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നു. സൂറത്തു ഫുസ്സിലത്തിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലക്കും ഫീഹ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹ മാ തദ്ഉൻ. അതായത് നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നുവോ അത് നിങ്ങൾക്ക് അവിടെയുണ്ട്, നിങ്ങൾ എന്ത് ആവശ്യപ്പെടുന്നുവോ അതും നിങ്ങൾക്ക് അവിടെയുണ്ട്. കാലത്തും വൈകിട്ടും എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം നിത്യവും നിരന്തരവും എന്നതാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ. അപ്പോൾ അവിടുത്തെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള പിൻഗാമികളുടെ നിലപാടുകളുമൊക്കെ നമ്മൾ പറഞ്ഞു. അവർ നമസ്കാരം പാഴാക്കി കളയുകയും അതുപോലെ തന്നെ അവർ തങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്നാലും ഈ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും പശ്ചാത്തപിച്ചു മടങ്ങുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചും കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞു. അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത് പ്രവാചകന്മാർക്ക് വഹീ നൽകുന്നതിന് വേണ്ടിയിട്ട് മലക്കുകൾ വരുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എന്ന് അള്ളാഹു പറയാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും വഹീ ലഭിക്കാൻ വൈകി, സാധാരണ ലഭിക്കുന്നതിൽ കവിഞ്ഞ് താമസിക്കണ്ടായി. അപ്പോൾ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്തൊരു മനക്ലേശം അനുഭവപ്പെടാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾ, മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, പരിഹസിക്കാനും അതുപോലെ തന്നെ അപഹസിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു വേദന മനസ്സിനകത്തുണ്ടായി. അപ്പോൾ ആ സമയത്ത് പിന്നീട് അടുത്ത പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിലും കൂടുതലായി നമ്മെ സന്ദർശിക്കുവാൻ വരുന്നതിന് താങ്കൾക്ക് എന്താണ് മുടക്കം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് അള്ളാഹു മലക്കിനെ കൊണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അടുത്ത ആയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 64-65 ആയത്തുകൾ. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക ലഹു മാ ബൈന ഐദീന വമാ ഖൽഫന വമാ ബൈന ദാലിക വമാ കാന റബ്ബുക നസിയ. വമാ നതനസ്സലു, ഞങ്ങൾ ഇറങ്ങുന്നില്ല, മലക്കുകൾ ഇറങ്ങുന്നില്ല, ഇല്ലാ ബി അംരി, കൽപ്പന പ്രകാരമല്ലാതെ, റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ, അതായത് അള്ളാഹു കൽപ്പിക്കുന്ന സമയത്താണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നിന്നിലേക്ക് ഇറങ്ങി വരുന്നത് എന്നാണ് പറയുന്നത്. ലഹു, അവൻ്റേതാണ്, അവനാണുള്ളത്, മാ ബൈന ഐദീന, നമ്മുടെ മുമ്പിലുള്ളത്, വമാ ഖൽഫന, നമ്മുടെ പിന്നിലുള്ളതും, വമാ ബൈന ദാലിക, അതിൻ്റെ ഇടയിലുള്ളതും, വമാ കാന, അല്ല അല്ലെങ്കിൽ ആയിട്ടില്ല, റബ്ബുക, നിന്റെ രക്ഷിതാവ്, നിന്റെ റബ്ബ്, നസിയ, മറക്കുന്നവൻ, മറവിക്കാരൻ. അള്ളാഹു മറന്നതുകൊണ്ടല്ല വരാതിരിക്കുന്നത്, എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നത്. എൻ്റെ മുമ്പിലുള്ളതും നമുക്ക് പിന്നിലുള്ളതും നമുക്കിടയിലുള്ളതും എല്ലാം അറിയുന്നത് അള്ളാഹുവിനാണ് എന്ന് പറയാണ്. അടുത്ത ആയത്തിൽ പറയുന്നു, റബ്ബു സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമിയ. റബ്ബു സമാവാതി വൽ അർദ്, റബ്ബു സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങളുടെ റബ്ബാണ്, വൽ അർദ്, ഭൂമിയുടെയും, വമാ ബൈനഹുമ, അതിന് രണ്ടിനും ഇടയിലുള്ളതിൻ്റെയും, ഫഅബ്ദുഹു, അതുകൊണ്ട് നീ അവനെ ആരാധിക്കുക, വസ്തബിർ, നീ സഹനമെടുക്കുകയും ചെയ്യുക, ക്ഷമ സ്വീകരിക്കുകയും ചെയ്യുക, ലിഇബാദത്തിഹി, അവനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹൽ തഅലമു, നീ അറിയുന്നുണ്ടോ, നീ അറിയുമോ, നിനക്കറിയാമോ എന്ന് ചോദിക്കാണ്. ലഹു, അവന്, സമിയ, പേരൊത്തവന്, തുല്യനായിട്ടുള്ള, അല്ലെങ്കിൽ അവന് പകരക്കാരനായിട്ടുള്ള, അവന് നാമധാരിയായിട്ടുള്ള മറ്റാരെങ്കിലും നിനക്കറിയാമോ എന്ന് ചോദിക്കാണ്. അതായത് ആകാശഭൂമികളെയും അതുപോലെ തന്നെ അതിനിടയ്ക്കുള്ളതും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു, അല്ലേ, രക്ഷിതാവ്, അതുപോലെ തന്നെ പ്രപഞ്ചകാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന നിയന്താവ്. അപ്പോൾ ഇങ്ങനെയുള്ള നാമത്തിനർഹൻ അത് റബ്ബായിട്ടുള്ള അള്ളാഹു തന്നെയാണ്, അല്ലേ.
ഈ പേരിന് അല്ലെങ്കിൽ അവൻ്റെ ഉത്കൃഷ്ട നാമങ്ങൾ, ഉത്കൃഷ്ട ഗുണങ്ങളെ വർണ്ണിച്ചു കാണിക്കുന്ന മറ്റേതെങ്കിലും നാമങ്ങൾക്കോ അർഹതയുള്ള വേറെ വല്ലവരെയും തനിക്കറിയാമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇല്ല എന്നുള്ളത് വളരെ തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവനെ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആരാധിക്കാൻ പാടുള്ളൂ. അതുപോലെ മറ്റെന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്ന സമയത്തും അതിനെല്ലാം സഹനപൂർവ്വം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്നതാണ്. കാരണം എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അതിനിടയ്ക്കുള്ളതും പ്രപഞ്ചത്തിലെ സകലതിനെയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അതിനർഹനായിട്ട് മറ്റാരുമില്ല. അതുകൊണ്ട് അവനെ ആരാധിക്കണം. അവൻ നൽകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സഹനം മൂലം നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാത്രമുള്ള ഉപദേശമല്ല. പല സമയങ്ങളിലും പല പ്രയാസങ്ങളിലും പല പ്രതിസന്ധികളിലും നമ്മൾ അകപ്പെട്ടു പോകുന്ന സമയത്ത്, വല്ലാത്ത മനക്ലേശം അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഇതെല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് അല്ലേ? അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന നിലയിൽ അതിൽ ക്ഷമ കൈക്കൊള്ളുകയും അതിനെ സഹനത്തോടുകൂടി തരണം ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് എന്നതാണ്. അങ്ങനെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നാഥൻ അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.